ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പക്ക ചമ്മന്തി പൊടി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റും. ചമ്മന്തി പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 250 ഗ്രാം കൈപ്പക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വട്ടത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്നും പരിപ്പ് 1 ടീസ്പൂൺ, 1 കഷ്ണം കായം, 1 ടീസ്പൂൺ മല്ലി, ചെറിയൊരു നാരങ്ങ സൈസ് പുളി, കുറച്ച് കറിവേപ്പില, വറ്റൽ മുളക് 15 എണ്ണം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം അതിലേക്ക് കൈപ്പക്ക ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കൈപ്പക്കയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഉഴുന്നും പരിപ്പ് കടലപ്പരിപ്പൊക്കെ ഒരു ബ്രൗൺ നിറമായി കിട്ടും വേണം. ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ വറുത്ത് വെച്ചതൊക്കെ ചൂടാറിയുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് തരുതരുപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതുപോലെ തരുതരുപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ചമ്മന്തി പൊടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.